Hey guys, welcome back to my channel. Let's see 723. നമ്മളെ സ്കിൻ നോക്ക്. Guys, നോക്ക്. ഒരു ബാഡ് ന്യൂസ്. അവന്റെ ആർമറും എല്ലാം പോയി, അവന്റെ ടൂൾസും എല്ലാം പോയി ഗൈസ്. ടൂൾസും ആർമറും എല്ലാം പോയി. ട്രൈഡന്റ് ഉണ്ട്. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചത്തതൊന്നുമല്ല. അവൻ ഈ മാസ്റ്റർ മൈൻക്രാഫ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് കയറ്റി. അത് ഒരു കാര്യം, അവന് സുധീൻ്റെ സ്കിന്ന് കിട്ടിയില്ല. അത് നമ്മൾ അടുത്ത ദിവസം സെറ്റാക്കും. പിന്നല്ല അപ്പുറത്ത് പോയി കിടന്നിറങ്ങാം. നീ പിന്നെ എൻ്റെ പിറകെ തന്നെ വന്നോളാം. നിന്നെ മോബ്സ് ഒക്കെ അറ്റാക്ക് ചെയ്യും. പിന്നെ എന്നെ അറ്റാക്ക് ചെയ്യും. അവിടെ വേണമെങ്കിൽ ലാപ്പീസ് ഇരിപ്പുണ്ട്. നിന്റെ കയ്യിൽ എത്ര ലെവൽ കാര്യമില്ല. അവൻ്റെ ലെവലില്ല ഗൈസ്. ആ പിന്നെ നമ്മളൊരു മോബ് ഫാം ഉണ്ടാക്കി. എമറാൾഡ് കിട്ടി കഴിഞ്ഞാൽ ലെവലൊന്നും കൂടൂല. ഞാൻ പോയി എടുത്തോളാം. എന്തൊരു എടാ, എമറാൾഡ് വെച്ചാ ലെവല് കൂടൂല. ഇത് ഇട്ടാലാണ് നീ നമ്മളെ ഇതുണ്ടല്ലേ, നമ്മൾ ട്രേഡ് ചെയ്താലേ ലെവൽ കൂടും. നമ്മളെ മോബ് ഫാമിലോട്ട് വാടാ. നമ്മളൊരു രണ്ട് സ്പോണറ് കണ്ടുപിടിച്ച്. ഇതിനകത്ത് ഒരെണ്ണത്തിലാണ് മോബ് ഫാം ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഈ മോബ് ഫാം സ്പോണറില്ലേ, അത് സിൽട്ടച്ച് ഉണ്ടെങ്കിൽ പൊട്ടിച്ചെടുക്കാൻ പറ്റുമോ? നോക്കാം. ഇത് പിന്നെ വേറൊരു സന്തോഷം വാർത്ത, സ്പോണറിൽ നിന്ന് നമുക്ക് കുറേ സോംബി വില്ലേജറിനെ കിട്ടും. അതിന് നമ്മളെടുത്ത് ക്യൂർ ചെയ്ത് സെറ്റാക്കി. അതാകുമ്പോൾ വില്ലേജിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതിനെ നമ്മൾ ക്യൂർ ചെയ്ത് സെറ്റാക്കി. മോശം നമ്മൾ എത്രയൊക്കെ പോയി അതാണ് അസ്പാൾട്ടിൻ്റെ വീഡിയോയിലുണ്ട് എല്ലാം. ഇത് അസ്പാൾട്ടിൻ്റെ വീഡിയോയിൽ മൈൻക്രാഫ്റ്റ് കളിക്കുന്നതൊന്നും ഇല്ല. നമ്മൾ സ്പോണർ ഈ മോബ് ഫാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ മോബ് ഫാം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സ്പീഡിൽ കാണിച്ചു തരാം. നമ്മൾ അതുകൊണ്ട് ഇതൊക്കെ വില്ലേജറിനെ കൊണ്ടുവന്നേക്കുന്ന വഴിയാണ്. ഓക്കെ പോയി പോട്ട് എത്തി സ്ഥലമെത്തി. നീ ഓക്കെ ഇതാണ് മോബ് ഫാമിൽ വരുമ്പം ഇതിനെ കൊല്ലേണ്ടത്. മോബിനെ കൊല്ലേണ്ട ഈ സോഡ് വെച്ച് മാത്രമേ കൊല്ലാവൂ. മറ്റേലെല്ലാത്തിലും നോക്ക് പാക്ക് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ഇതെല്ലാം അങ്ങ് തെറിച്ചു വെക്കാം. പൊട്ടിച്ചോളാം. ഇവിടെ ലൈറ്റ് നമ്മളിവിടെ വീട്ടിലൊക്കെ ഇവിടെ തീ ലൈറ്റും കൂടെ അങ്ങ് പൊട്ടിച്ചോളാം. ഓക്കെ, ഇവിടെ അത്യാവശ്യം ഇവിടെ ഇനി ഫുൾ ഇരുട്ടാണ് ഗൈസ്. ക്യാൻഡിൽ കത്തിച്ച് വെച്ചേക്കാം. ക്യാൻഡിൽ കത്തിച്ചൊക്കെ ഇതില്ല. ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടോ? ഇല്ല. ട്രൈഡന്റ് ഇട്ടു അല്ലാതെ വാള് വെച്ച് കൊല്ലു. മാറിയില്ലെങ്കിൽ അടിയുള്ളൂ. മിണ്ടായില്ല. ഞാൻ പറഞ്ഞേ എന്റെ ഹെൽത്ത് നോക്കട്ടെ. 1 മിനിറ്റ്. അടിക്കാൻ ഇവിടെ സ്പോൺ ആവൂല. അയൺ സോഡുമായിട്ട് ഒരു സോംബി
ഓ നിങ്ങൾ രണ്ടൊരു കട്ട ഫൈറ്റ് ആയിരിക്കും. ഞാൻ പോയി ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ എടുത്തോണ്ട് വരാം. ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ നിന്റെ കയ്യിലുണ്ടാ? ഇല്ല, നോക്ക് എന്റെ നോക്ക്. ആ നീ ഇപ്പൊ വന്നതല്ലേ ഉള്ളു. അതുപോലെ പറഞ്ഞൂടാ. എനിക്കിങ്ങനെ എത്തിക്കാൻ പറ്റും. ആടെ ഇപ്പൊ അമ്പ് കിട്ടാ. ഞാൻ ഇപ്പൊ വെട്ടാൻ വന്നല്ലേ. ഇപ്പൊ വെട്ടൊന്നുമില്ല. കണ്ട ക്യാൻഡിൽ കത്തിച്ച ഐഡിയ നോക്കടാ. ഇപ്പൊ വെട്ടം ഹാർട്ടല്ലായിരുന്ന ആ 1 മിനിറ്റ് ഗൈസ്. ഒരു ചെറിയൊരു ലാഗ് അടിച്ച് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത്. ദോണ്ടേ സോംബി ഉണ്ടോ? സോംബി വില്ലേജർ. നമ്മളിവിടെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യാൻ നോക്കിയതാണ്, നടന്നില്ല. ലൈറ്റ് ഗൈസ്. നീ എന്ത് ചെയ്യാ? ഞാൻ വീട്ടിൽ ഇറങ്ങി മഴ. നീ എന്തായാലും വരയില്ലേ? ഓ നീ ഇങ്ങെത്തിയല്ലേ? നീ അപ്പുറത്ത് പോയില്ലേടാ? അവിടെ ഇരിക്കണം. ഇവിടെ സ്പോൺ ആവൂലെന്ന് തോന്നുന്നു. നീ ഇറങ്ങി വന്നിട്ട് ഒരു കാര്യമില്ല കേട്ടാ. ഞാൻ കേറി പോവാൻ പോകും. ഓക്കെ ഗൈസ്, നമുക്ക് പോവാം. നമ്മളെ ഇതുണ്ടല്ലോ, എന്റെ സാധനമെല്ലാം ഞാൻ എടുത്തിട്ട് ചെറുതായിട്ട് വെട്ടാൻ കിട്ടും. അത് നമുക്ക് ഇങ്ങനെ അറ്റത്ത് കണ്ടുവയ്ക്കാം. നിന്റെ റെഡ് സ്റ്റോണൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ ചെറുതായിട്ട് വെട്ടാൻ കിട്ടും. നിന്റെ സാധനങ്ങളല്ലേ. എന്നാ നിന്റെ സാധനങ്ങളാണ്, നീ എന്നെ എടുക്കണം. എനിക്ക് എല്ലാ വേസ്റ്റും കൂടെ പറഞ്ഞു തന്നെ. വട പോവാം. പിന്നെ ഇത് വലിയ എഫിഷ്യൻ്റ് ഒന്നുമില്ല, ചെറിയൊരു എഫിഷ്യൻസി. കുഴപ്പമില്ലെന്നാണ്. അത്യാവശ്യം എക്സ്പി ഒക്കെ കിട്ടുമല്ലേ? ആവശ്യത്തിന് ഒന്ന് ഒരു അരമണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ ഒരു 5 അല്ലെങ്കിൽ 10. മൈൻ കാർട്ട് ഇല്ലടാ, നീ പോയിട്ടില്ലല്ലേ ഈ വഴി. പിന്നീട് ഒരു ദിവസം വരാം. സിമ്പിളാണ്. ഇവിടെയൊക്കെ ഇടാനാണ് ഒടുക്കത്തെ പാട്. നമ്മൾ പിന്നെ റെയിൽ ഇടാനല്ല പാട്, റെയിൽ ഒപ്പിക്കാനല്ലേ പാട്. പ്രത്യേകിച്ച് ഈ സാധനം കണ്ടിത് തൊണ്ടല്ലേ. ഗോൾഡാണ് ഗോൾഡാണ് ഏറ്റവും കൂടുതൽ ആവശ്യം വന്നത്.
പിന്നെ നെതറിൽ പോയി നെഗറ്റ്സും പിന്നെ നമ്മളതിൽ 2-3 സ്റ്റാക്ക് ഉണ്ടായിരുന്നു ഗോൾഡ്. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തീർന്നു അല്ലേടാ? കൊറേ സ്റ്റാക്ക് ഉണ്ടായിരുന്നു. നമ്മള് മൈൻഡ് ചെയ്തെടുത്ത മൈൻഡ് ചെയ്ത് കിട്ടിയതല്ല കൂടുതലും. അവിടുന്ന് ഇവിടുന്നൊക്കെ ചെസ്റ്റ് തുറന്നപ്പോ വരെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഗോൾഡ് പിന്നെ എപ്പം വേണമെങ്കിലും കിട്ടും, വലിയ റെയർ അല്ല. ഡയമണ്ട് ആണെങ്കിൽ നമുക്ക് നമ്മൾ പിന്നെ ഇന്ന് ബ്രീഡർ ഉണ്ടാക്കണോടാ. വേണ്ടല്ലോ. ഇത്തിരി ഒന്നും ഉണ്ടാക്കി വെച്ചേക്കാല്ലേ. ഞാൻ റിസോഴ്സ് ഒക്കെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് തന്നെ ഉണ്ടാക്കാം. കിടന്നുറങ്ങുമെന്ന് ഓടി ഇവിടെ കേറിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് മൈകാട്ടിട്ട. ഇനി മൈകാട്ടിട്ടിട്ട് ഒരു കാര്യമില്ല. നിന്റെ കയ്യിൽ ബെഡില്ലേ? ഈ പെട്ടെന്ന് കേറി എന്താ പാട് വിചാരിക്കുന്നതിലല്ല. ഭയങ്കര പാടാണ്. നീ എങ്ങനെ പിന്നെ കേറി പോയാ? ഇത് മറ്റേല് സിമ്പിളാണ്. ഇത് അയ്യോ. ഓക്കെ ഗൈസ്, ശ്രേയസ് കുട്ടൻ ജോയിൻ. ഇറങ്ങി വാ. സ്പീഡ് പോയിക്കോ. ഫ്ലാഷ്. എടാ ഇതിൻ്റെ അകത്ത് സ്പീഡ് ഇല്ലേ? ഉണ്ട്. ഓ വെറുതെ ഇല്ല. എടാ നിന്റെ സ്റ്റീക്ക് എന്ത് ചെയ്യടാ നിന്റെ? ചത്തപ്പ നീ തന്നില്ലായിരിക്കും. എൻ്റെ കയറി സ്റ്റീക്ക്. നിന്റെ സ്റ്റീക്ക് ഇപ്പൊ തരാമേ. വെറുതെ ഹംഗ്രി അതല്ലേ ഞാൻ കാണിച്ചത്. എന്നാ സ്റ്റീക്ക് വാ ബ്രീഡർ ഉണ്ടാക്കാൻ പോവാം. എനിക്ക് ബ്ലോക്ക്. ബ്ലോക്കൊന്നും വേണ്ട, നീ സഹായിച്ചാ മതി. വില്ലേജർ ഇല്ലേ? ബോട്ട് വേണം. ബോട്ട് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി തരാം. അവിടെ ഇല്ല. അതിനൊന്നും ചെയ്യരുത്. ഇവിടെയൊന്നും ബോട്ട് പോലും ഇല്ലേ? അയ്യോ ആഡ്. ഓക്കെ തൊടയുള്ള ബോട്ട് ഏറ്റവും മണ്ടയിലാണ്. നീ പാട്ട് വായിച്ചോ. ഞാൻ ബ്ലോക്ക് എടുത്തോണ്ട് വരാം. അയ്യോ എങ്ങോട്ടൊക്കെയാണ് ഞാൻ ചെന്ന് കേറുന്നത്? വുഡോട് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. നമ്മൾ അന്നിരുന്ന് ഗ്രൈൻഡ് ചെയ്തതിൻ്റെ ഫുൾ റിസൾട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ വുഡിൻ്റെ ഐറ്റംസ് ഇത്രയും ഇതും ബാക്കി വന്നു. എന്താടാ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നേക്കെ കൊള്ളാം. കൊല്ലരുത് അതിന്. കൊന്നാ നീ വിവരം അറിയും മോനെ. ഞാൻ അത്ര കഷ്ടപ്പെട്ടെന്നറിയാമോ എന്നെ ക്യൂർ ചെയ്ത? 2 ദിവസം എടുത്തു. റിയൽ ലൈഫ് അല്ല. സൗണ്ട് കുറയടാ. ഓക്കെ പിന്നെ നമുക്ക് ബ്രിക്കൊക്കെ കിട്ടി നമുക്ക്. വേണ്ടേ ഇവൻ്റെ ലോഡ് സ്റ്റോൺ അങ്ങനെ കിട്ടി. ഞാൻ ഇവിടെ ഇരുത്തി തരാം അവന്മാരെ 2 പേരെ.
ഓക്കെ, ഒരുത്തനെ ഇരുത്തി. ഓക്കെ, രണ്ടാമത്തേനെ ഇരുത്തി. ഇവനെ നമ്മളെ ബ്രീഡറിലോട്ട് കൊണ്ടുപോവാ. അതാണ് നിന്റെ ജോലി. ഇവനെ ആരാ നീ എപ്പോഴാ ഇവനെയൊക്കെ ലോക്കാക്കി വെച്ച? ട്രോപ്പിക്കൽ ഫിഷ്. നീ ലെഫ്റ്റ് ആയാ? ഓക്കെ ഓക്കെ. എടോ അവല്ലേ, അവൻ ട്രോപ്പിക്കൽ ഫിഷ് വിൽക്കുന്നുണ്ട്. ആ പിന്നെ തവളേനെ കൊണ്ടുവന്ന് നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിച്ചായിരുന്നു. അവൻ ദാ പോണ് ഗൈസ്. ഞാൻ ഈ മൈൻ കാർട്ട് കൊണ്ടുവച്ചിട്ട് വരാം. എവിടെയും കാണാം. പിന്നെ നമ്മൾ മൈനിങ് ഏരിയയിലോട്ട് പോകുമ്പോൾ നീ എന്നെ ഓർമ്മിപ്പിക്കണം കേട്ടാ. ഇന്ന് പോവേണമെങ്കിൽ ഓർമ്മിപ്പിക്കണം. മൈൻ കാർട്ട് കൊണ്ടുപോകാൻ. ഞാൻ 2 ട്രോപ്പിക്കൽ ഫിഷിനെ വാങ്ങിച്ചേ. നമ്മളെ കുളത്തിലേക്ക് വേണ്ടി വരും. നമ്മൾ വലിയൊരു കുളം ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. പൊളിയായിരിക്കും അത് കാണാൻ. ഇപ്പം അതിന് വേണ്ടിയാണ് ഇവിടെ പഫർ ഫിഷിനെയും അതിനെയൊക്കെ പിടിച്ചോണ്ടിരുന്നത്. കണ്ടാ വലിയ മാക്രിയായി. കുളം വലുതാക്കി. നീ എവിടെയെങ്ങനെ വെച്ചോ. ഓക്കെ ഓക്കെ. പിന്നെ ഇറക്കുമ്പോ എല്ലാത്തിനും സ്പീഡല്ലേ. ഇനി ഇത്ര താഴെ ഇറങ്ങണോ? ദാണ്ട അവിടെ ഒരു ചെസ്റ്റ് ഇരിപ്പുണ്ട്. ചെസ്റ്റ് ഇപ്പൊ ഞാൻ താണ്ടി നിൽക്കുന്ന സ്ഥലത്ത് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ട, ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് മാത്രം മതി. ഏവനെ അവനെയും കൊണ്ടുവരണം. എല്ലാ അണ്ണന്മാരെയും കൊണ്ടുവരണം. അത് 2 ബ്ലോക്ക് ഹൈറ്റ് അല്ലേ? ഇവിടെ എല്ലാം ക്ലിയർ ചെയ്യണം. ബ്രിക്ക് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇച്ചിരി കൂടെ ബാക്കിലോട്ട് തീർത്ത്. ഓക്കെ. നിക്കട അത്രേ ഇച്ചിരി കൂടെ. ബ്രിക്ക് കഴിഞ്ഞു പോണം. ബ്രിക്കിന്റെ ബാക്കിലോട്ട് പോകണം. ഇനി ഈ ബ്രിക്കിന്റെ അകത്തോട്ട് അതിനെ കൊണ്ട് ഇരുത്തിയാണ്. സോറി ഏട്ടാ, ഞാൻ വെളിയിൽ പറഞ്ഞത്. സോറി. ഞാൻ വിചാരിച്ചു ഏറ്റവും ലാസ്റ്റ് കയറ്റിയാൽ മതിയായിരുന്നു. ഇവനെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ.
ആ പിന്നല്ലാതെ രാത്രിയായ അപ്പോഴേ ഓടിക്കൊള്ളണം. ഓക്കെ, നീ ബോട്ടൊക്കെ കളഞ്ഞിട്ട് നീ വീട്ടിലോട്ട് പെട്ടെന്ന് വന്ന് കിടന്നുറങ്ങ്. നീ എവിടെയെങ്ങനെ പോയി ഒന്ന് കിടന്നുറങ്ങോ? ഞാനും. വെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വേറൊരു വില്ലേജ് ഇറങ്ങി കയറ്റുന്നുണ്ട്. ഓക്കെ. ഇതെന്തൊരു സ്ലോ ആടാ. ഫ്രണ്ടിലോട്ട് പോകുമ്പോ എന്റെ പൊന്നെ. അയ്യോ ഗൈസ്, ഇതിപ്പോ ഓക്കെ. അടുത്ത പണിയൊക്കെ ഉണ്ട്. ഹോ വേണം. ഞാൻ എന്നെ നോക്കിക്കോളാം. നീ പോയി ഹോ എടുത്തോണ്ട് വാ. അവിടെ വെച്ചോ. ഓക്കെ യെസ്, നമ്മൾ അപ്പോൾ ഹോ ചെയ്ത് എല്ലാം നട്ടതിന് ശേഷം കാണിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ ബ്രീഡറൊക്കെ സെറ്റാക്കി പക്ക വർക്കിങ്. ഇതാണ്ടേ ഒരു കുട്ടി സോംബി കുട്ടി ഉണ്ടായി. നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഉണ്ടായി. ഇട്ട് കൊടു. നിക്ക് 1 മിനിറ്റ്. ഓക്കെ ഇട്ട് കൊടുത്തോ. ഫുള്ള് ഇട്ട് കൊടുത്തോ. ഒന്നേ ഉള്ളൂ. കൊള്ളാം. ഓക്കെ വാ ഇറങ്ങി. ഇതിൻ്റെ മണ്ടയിൽ ഇറങ്ങ്. ഓക്കെ, ഇനി കുറച്ച് സാധനവും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. ആ കുട്ടികളെ ഒന്ന് നെതറിലോട്ട് കൊണ്ടുപോയി സെറ്റ് ചെയ്യണം. അത് നമ്മൾ ഓഫ് ക്യാമറയിൽ ഇരുന്ന് ചെയ്യും. അപ്പോൾ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ്